ഗായ്സ് അപ്പോൾ ഞാനെന്താ രാവിലെ എണിച്ചപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ പണിയുണ്ട്. ഇന്നലെ ഞാൻ ഒന്നും ചെയ്തില്ല, ആകെ ജെറ്റ്ലാഗും കുന്ത്രാണ്ടും ഒക്കെ ആയിട്ട്. പിന്നിപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ഇന്നലെ അത്യാവശ്യം നല്ലപോലെ ഉറങ്ങാൻ പറ്റി. കാരണം ഐബു ഇന്നലെ വേഗം കിടന്ന് പിന്നെ വലിയ അലമ്പുണ്ടാക്കില്ല. അവർക്ക് ക്ഷീണം കൊണ്ടാണ് തോന്നുന്നുണ്ട്, അവനും നല്ലപോലെ ഉറങ്ങിയേക്കണ്. അപ്പം ഞാനിതുപോലെ പക്ഷെ ടൈമിങ് സെറ്റ് ആവണില്ല കേട്ടോ. ഞാൻ ഇന്നും എണിക്കടെ ഒരു 8:30, അതായത് ഇവിടുത്തെ 6 മണി 6:15 ആകുമ്പോഴേക്ക് ഉണർച്ച വരിക. പിന്നെ വീണ്ടും ഇങ്ങനെ ആക്കിയ കൈബ് ഒന്ന് ഇവിടുത്തെ 7 മണിയാകുമ്പോൾ ജനിച്ചേക്കണ്. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഉറക്കിയതാ. ഇല്ലെങ്കിൽ ടൈമിങ് അങ്ങനെ സെറ്റ് ആവുന്നില്ല. 2-3 ദിവസം എടുക്കും പിടിക്കുകയൊക്കെ. പിന്നെ വിശപ്പായാലും ഇവിടുത്തെ 9 വിശക്കണില്ല, വിശക്കണമില്ല. അപ്പോൾ ഒക്കെ ഫുഡിൻ്റെയും മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണുണ്ട്. അപ്പോൾ പതിയെ നമ്മൾ ട്രാക്കിലേക്ക് വരണല്ലോ. അപ്പം ഇന്നൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് എടുക്കുന്ന ദിവസമാണ്. ഇന്നലെ ഗ്രോസറി ഷോപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ കവറിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് വെക്കണം. പിന്നെ ഡ്രസ്സ് എടുത്ത് വെക്കണം. അപ്പം ഇന്ന് മൊത്തത്തിൽ നമുക്ക് റീസെറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇനി നാളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള എല്ലാം പോലെ ഒക്കെ സെറ്റാക്കി എടുക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം കേട്ടോ. ഒരാളിതാ അവിടെ എണീറ്റിട്ട് അന്തം വിട്ട് കിടക്കുന്നുണ്ട്. 7 മണിക്ക് ഞാൻ വീണ്ടും പിടിച്ചുറക്കിയതാ. അല്ലെങ്കിൽ പിന്നെ അപ്പനെ എണിച്ച് വാശി ചെയ്യുന്നു. ഇപ്പോഴും 9 എണിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇന്നലെ കുറച്ച് നേരത്തെ ഉറങ്ങിയോണ്ട് വലിയ വിഷയമില്ല. എന്നിട്ട് ഇങ്ങനെ പപ്പാനൊക്കെ ചോദിച്ചിരിക്കും. ഇവരൊക്കെ എണീച്ചപ്പനെ പപ്പാനെ കാണണം. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഇതെല്ലാവരെയും കണ്ടിട്ടേ ഇവിടെ ഞാനോന് മാത്രമാകുമ്പോൾ ഒരു പപ്പ വന്നാൽ സെറ്റാണ്. ലൈബോ അല്ലേ ഐബ്സാ? എന്താ മുണ്ടാത്ത്? മുണ്ടേ അപ്പം കണ്ടില്ലേ, നമ്മളെ കൂടുന്ന പെട്ടികളൊക്കെ അങ്ങനെ ഹോളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നൊക്കെ ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രമായി ഇങ്ങനെ എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ട ഗ്രോസറി ഐറ്റംസ് മേടിച്ചതൊക്കെ കവർ കൊടുക്കാനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ വിചാരിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ രാത്രിയല്ലേ ഗ്രോസറി ഐറ്റംസ് മേടിച്ച് വന്നത്. അപ്പോൾ ആ ടൈമിൽ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമില്ലല്ലോ. അപ്പോൾ ഗ്രോസറി ഐറ്റംസ് ആയാലും പിന്നെ അതുപോലെ തന്നെ കിച്ചണിലായാലും നമ്മളെ അരി സാധനങ്ങൾ ഉള്ളി ഇതൊക്കെ കവർ കൊടുക്കാൻ അവിടെ വെച്ച്. പിന്നെ ഞാൻ നല്ല ലേറ്റ് ആയിക്കണം നമ്മൾ സാധനങ്ങൾ മേടിച്ച് വരുമ്പോൾ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇന്നൊക്കെ സെറ്റാക്കുമല്ലോ. സെറ്റാക്കിയിട്ട് അങ്ങനെ ആ ഒരു ഫ്ലോയിലൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ വിചാരിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് പിന്നെ അങ്ങനെ ഫ്രഷപ്പായിട്ട് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചെങ്കിലും ഞാൻ വിചാരിച്ചു നാളെ മുതൽ പ്രോപ്പർ കുക്കിംഗ് തുടങ്ങാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിമുട്ടി തന്നെ ആക്കാൻ വിചാരിച്ചു. എനിക്ക് ഇഷ്ടമാട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നില്ല. ലഞ്ചും ഡിന്നറും പ്രോപ്പർ വേണം. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടം ഇങ്ങനെ ബ്രെഡ്, അതുപോലെ തന്നെ നഗറ്റ്സ്, മാഗി, സമൂണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിന്നാൻ ഇഷ്ടമാണ്. കാരണം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഷാമയൊക്കെ ഡ്യൂട്ടി പോയിക്കല്ല. പിക്ക് മാത്രമായിട്ട് പ്രോപ്പർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് രാവിലെ ഒരു മടിയാണ് ഒരാൾക്ക് മാത്രം. രാത്രി എന്തെങ്കിലും ഉണ്ടാക്കി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ രാവിലെ കഴിക്കും കേട്ടോ. പിന്നെ എൻ്റെ കൂടെയുള്ള ആൾ ഐബുല്ലേ, ഐബുവിന് പിന്നെ ഒരാളായിട്ട് കൂട്ടാൻ പറ്റില്ല. അവൻ നമ്മൾ തിന്നുന്നതൊന്നും തിന്നൂല. ഇടയ്ക്ക് ദോശ തിന്നൊന്നുമല്ലാണ്ട് ഇന്നിപ്പോൾ ഞാൻ ബ്രെഡിൽ നല്ല നെയ്യൊക്കെ പരട്ടിയിട്ടാക്കിയത്. അപ്പോൾ അവനക്കും കൂടി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. തിന്നോക്കുകയാണെങ്കിൽ തിന്നോക്കിയിട്ട് നല്ലതല്ലേ ചോദിച്ചാൽ നെയ്യൊക്കെ പരട്ടിയിട്ടുള്ളതല്ലേ. ആര് തിന്നോക്കി? അവൻ തിന്നോക്കിയൊന്നുമില്ല.
നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന വോയിസ് എന്താ വെച്ചാൽ ഒരാൾക്ക് ഞാൻ ടി വിയിൽ ഒരു ലോങ് കാർട്ടൂൺ വെച്ച് ഇരുത്തിയേക്കട്ടെ. കാരണം മൂപ്പരാൾക്ക് അത് വെച്ച് കൊടുത്താൽ പോലും ഇരിക്കില്ല, ചാടി ചാടി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അത് വൃത്തിയാക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ആകെ അലമ്പാക്കും. അപ്പോൾ പിന്നെ അത് വെച്ച് കൊടുത്തില്ലെങ്കിൽ രക്ഷയില്ല. അപ്പോൾ അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വെച്ചേക്കുക. അതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോരുന്നിട്ട് പിന്നെ അവിടെ ചാടി കളിച്ചോളി, കളിക്കുക എന്തെങ്കിലും ചെയ്തോളും. ഇവിടെ വന്നാലേ നമ്മൾ പണി വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് സമയം വേണം. പിന്നെ അവനും കൂടി ഇടയിലും കൂടി വന്നാൽ പിന്നെ പറയാൻ വേണ്ട, നല്ല ലേറ്റാവും പണി തീരാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദ്ദേശിച്ച പണിക്ക് ഉദ്ദേശിച്ച സമയത്ത് തീർന്നില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും. ഒന്നും പറയണ്ട, ഫ്രിഡ്ജിൻ്റെ കോലം കണ്ടിട്ട് ആകെ അങ്ങോട്ട് പ്രാന്തായിരുന്നു. ഫ്രിഡ്ജിലാകെ എന്തൊക്കെ ഒട്ടിപ്പിടിച്ചേക്കുക. അപ്പോൾ ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്ക്രബ്ബർ ഇട്ടിട്ടൊന്നും ഉരക്കേണ്ട ആവശ്യം വരാറില്ല. ജസ്റ്റ് ഒന്നൊരു വെറ്റായ ക്ലോത്ത്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടാണ് ഞാൻ സാധനങ്ങൾ വെക്കാറ്. ഇന്നിപ്പോൾ ആകെ ഒട്ടിപ്പിടിച്ചേക്കണത് എണ്ണമയം പോലെ എന്തൊക്കെയോ ഒട്ടിപ്പിടിച്ചേക്കുക. അപ്പം നമുക്ക് സ്ക്രബ്ബറായിട്ട് ഇങ്ങനെ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുക എന്നല്ലാണ്ട് നമുക്ക് വെറ്റ് ക്ലോത്ത്സ് ആയിട്ട് മാത്രം ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു മണ്ടത്തരം കാട്ടി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കാണ്ടാണ് തുടക്കണത്. എന്ത് മണ്ടത്തരം കാട്ടിയത്. ഒന്നാമത് ഷോക്ക് അടിക്കാണ്ടിരുന്നത് നന്നായി, എന്തോ ഭാഗ്യം. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നാട്ടിലേക്ക് വന്നല്ലേ. അപ്പോൾ ഞാൻ ഈ 6 മന്ത് നാട്ടിൽ നിൽക്കും എന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6 മന്ത് നാട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ പിന്നെ നമ്മൾ ഒരു 3 ആൾക്കാർ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, റൂമിൽ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല, കാരണം നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഓപ്ഷനില്ല. ശ്യാമയ്ക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യില്ല, ശ്യാമയ്ക്കൊക്കെ അത് താല്പര്യമില്ലാത്ത ആൾ, ഒരു ദിവസം പോലും ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പോൾ ശ്യാമയ്ക്ക് ചെക്കന്മാർ മുമ്പ് നിന്നതിന് റൂമിൽ പോയി. അപ്പോൾ നമ്മൾ സ്റ്റേക്ക് കൊടുത്തു. അത് ഏതൊക്കെ ആൾക്കാരെ എങ്ങനെയൊക്കെ നോക്കി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ കുറച്ച് അലമ്പായിരുന്നു. അപ്പോൾ ചിലവർ നന്നായി നോക്കിയിട്ടുണ്ട് കേട്ടോ, ചിലവരെങ്ങനെയാണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് കുറച്ച് അലമ്പായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ചിട്ട് വേണം ഒക്കെ എടുത്തേക്കാന്നുള്ള പ്ലാനിൽ ഇത് ആദ്യം ഫുള്ള് ഇതിന് തന്നെ കുറേ ടൈം പോയിട്ടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഐബൂന്ന് നോക്കുന്നുണ്ട്, കാരണം അവൻ വന്നിട്ടേ ട്രൈപ്പോഡിലാണ് ഫോൺ വെച്ചേക്കണത്. അവനക്കൊരു സ്വഭാവമുണ്ട് ട്രൈപ്പോഡ് ഫോണൊക്കെ കണ്ടെടുത്ത് എറിയണത്. അപ്പോൾ അത് കൊടുക്കണതിൻ്റെ യൂട്യൂബാണ് നിർത്തി തരും ശ്യാമയൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് അവനെ നോക്കിയിരുന്നു. അങ്ങനെ തുടച്ചൊക്കെ വൃത്തിയാക്കി ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടച്ചൊക്കെ വൃത്തിയാക്കി നമ്മൾക്ക് ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കണമെന്ന് അറിയാമല്ലോ. അതൊക്കെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഫ്രിഡ്ജ് കാണൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. നോർമലി എനിക്ക് ചില സമയത്താണ് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ്, കാരണം ഞാൻ ക്ലീനിങ്ങിൽ അത്ര ഒന്നുമല്ലല്ലോ. ചില സമയത്ത് നമ്മളിങ്ങനെ നീറ്റാക്കി ഇത്രയും ടൈം എടുത്തിട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ഡപ്പയിൽ വെച്ച് പിന്നെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ചിലതെനിക്ക് ഈ മല്ലിച്ചേപ്പും പുതിനൊക്കെ ഞാൻ കീപ്പപ്പ് ചെയ്തിരുന്ന എൻ്റെ ബോക്സ് മിസ്സിങ് ആണ്. അപ്പോൾ പിന്നെ അത് ഞാൻ കവർ കൊടുക്കാൻ വെച്ച് കാണാല്ല. ഇനി നമുക്ക് എന്തെങ്കിലും ബോക്സ് മേടിക്കാണ്ട് ഇപ്പോൾ വെക്കുമ്പോഴാണ് മനസ്സിലായിരുന്നത് മിസ്സിങ്ങാണ്. മെല്ലെ മെല്ലെ ഇപ്പൊ മെല്ലെ. അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ
ഐബുനായിട്ട് നിൽക്കുമ്പോഴാണ് അടിയിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കാണ്ട് ഇങ്ങനെ കുട്ടികളത്. അപ്പോൾ അവനക്കാണെങ്കിൽ കുട്ടികളത് സൗണ്ട് കേൾക്കാണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോൾ ഞങ്ങളെ നിൽക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 റൂമാട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയും വേറൊരു കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ കെയറത്തെ പെണ്ണ് ഇവിടെ വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കട്ടെ. കാരണം അവർ 2 പാരൻസും വർക്കിംഗ് ആണ്. അപ്പോൾ ഇവർ കുറച്ച് ലേറ്റ് ആവും തോന്നുന്നു. ഇപ്പോൾ ഒരു കുട്ടി കരച്ചില്ല. കാരണം എന്താ വെച്ചാൽ അതിന് അത്ര ഏജ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പാരൻസ് പോയതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ. അപ്പോൾ ഐബൂന് അവരുടെ അടുത്ത് എത്തിയപ്പോൾ പിന്നെ നല്ല ഹാപ്പിയായി. അവരെന്താ വെച്ചാൽ ആ കുട്ടി കരയണോണ്ട് തന്നെ റൂമിലിരുന്നിട്ട് കളിക്കാണ്ട് നമ്മളെ സ്റ്റേക്കേഴ്സിൻ്റെ അടിയിലിരുന്നിട്ട് കളിക്കണം കേട്ടോ. ആ കുട്ടിക്ക് റൂമിൽ കയറി ആ കുട്ടി കളിച്ചിൽ അങ്ങനത്തെ മൈൻഡ് സെറ്റായിട്ട്. അപ്പോൾ പിന്നെ ഐബൂന് നല്ല ലേഡിട്ട് ഞാൻ കുറച്ച് നേരം അതിനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഇംഗ്ലീഷാട്ടോ. അപ്പോൾ ഈ കുട്ടികളും അതിൻ്റെ ഒപ്പം നിന്നിട്ട് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചേക്കണ്. അപ്പോൾ ഒന്ന് കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പോൾ ഐബു നമ്മൾ റൂമിൽ നിന്ന് ഓരോരോ ടോയ്സ് ആയിട്ട് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അവരൊപ്പം ഇരുന്ന് കളിക്കുക. അവനക്ക് പിന്നെ ആൾക്കാരായിട്ട് സെറ്റാകാൻ വേഗതാവുമല്ലോ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കിയായിരുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുട്ടീനെ ഇതാക്കുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മളങ്ങനെ ശരിയല്ലല്ലോ. അവരൊക്കെ പേയ്മെൻറ്റൊക്കെ കൊടുത്താക്കുന്നില്ല. ഇവനെ വെറുതെ വിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കിയിരുന്നിട്ട് എന്താ ചെയ്യണമെന്ന്. അവൻ നല്ല ഹാപ്പിയില്ല. അപ്പോൾ ഇവിടെ 2 കബോർഡ്സ് ഉള്ളത്. ഒരു കബോർഡിൽ നമ്മൾ ചെറിയ കബോർഡാണ്. അതിൽ മൊത്തം ഐബൂൻ്റെ ഡെയിലി യൂസിനുള്ളതും പുറത്തു പോകുന്ന ഡ്രസ്സുകൾ. ഈ കബോർഡിൽ ഒരു സൈഡിൽ ഇൻ്റെ ന്യൂ ഡ്രസ്സുകൾ, പിന്നെ അതിൻ്റെ ഒരു കളിയിൽ തന്നെ നമ്മൾ സ്കിൻ കെയർ കാര്യങ്ങൾ, ഷാമയാക്കട അങ്ങനത്തെ ഒക്കെ. പിന്നെ ഒരു കളിയിൽ മൊത്തം ഷാമയാക്കട ന്യൂവും ഓൾഡും, പിന്നെ അതിൻ്റെ മേലായിട്ട് എൻ്റെ ഡെയിലി ഡ്രസ്സുകൾ. അങ്ങനെ ആയിട്ട് സെറ്റപ്പ് കാറ്റഗറൈസ് ചെയ്തിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാലോ എവിടെയാണ് ഓൾഡ് ഡ്രസ്സുകൾ, എവിടെയാണ് ന്യൂ ഡ്രസ്സുകൾ എന്നൊക്കെ. പിന്നെ ഞാൻ എപ്പോൾ വെക്കുമ്പോഴും എൻ്റെ ടോപ്പുകൾ ഒരു സൈഡിൽ, പാൻറ്റുകൾ ഒരു സൈഡിൽ, അങ്ങനെയൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി വന്നിട്ട് എന്തോ ടോയ്സ് വേണം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ അവനവിടെ കളിക്കണം. ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ മടക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ന്യൂ ക്ലോത്ത്സുകളും എൻ്റെ ഷാളുകളും പുറത്ത് പോകുന്ന ഷാളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റപ്പായി. നീ കണ്ടില്ലേ, ഇവിടെയാണ് എൻ്റെ നിത്യറിഞ്ഞ ക്ലോത്ത്സ്. ഇതിൻ്റെ അടിയിലാണ് ഐബൂൻ്റെ ഷാമിയാക്കയുടെ ക്ലോത്ത്സുകളൊക്കെ കേട്ടോ. അപ്പം ഞാൻ നിത്യറിഞ്ഞതൊക്കെ ഏറ്റവും മടിയാവുന്നത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബോക്സിലെല്ലാതും ഫോൾഡ് ചെയ്ത് സെറ്റപ്പാക്കി എടുത്തേക്കും. ഇവിടെ എത്തുമ്പോഴത്തേനും അത് പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അത്യാവശ്യം ജാമായിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും വന്ന് ഇവിടുന്ന് വീണ്ടും മടക്കി സെറ്റപ്പാക്കി വീണ്ടും എടുത്തേക്ക്. എന്തൊരു പരിപാടിയല്ലേ. ഫോൾഡ് ചെയ്ത് എടുത്തേക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും അൺപാക്ക് ചെയ്യുക, വീണ്ടും ഫോൾഡ് ചെയ്ത് എടുത്തേക്കുക. ഇങ്ങനെ മടി വരേണ്ടതെന്ന് എടുത്തേക്കും. പിന്നെ വേറെ രക്ഷയില്ല. കഴിഞ്ഞ വട്ടമൊക്കെ നമുക്ക് ലീവായതുകൊണ്ട് ഞാനും ഷാമയൊക്കെ കൂടി ഒരുമിച്ചാട്ടാ ക്ലോത്ത് ഒക്കെ എടുത്ത് വെച്ചിരുന്നത്. ഇപ്രാവശ്യം പിന്നെ ഷാമയൊക്കെ ഡ്യൂട്ടിയുള്ള ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഷാമയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞും 2-3 ദിവസം പോവാന്നല്ലാണ്ട് ടൈം ഇങ്ങനെ പോവാണ്. നമുക്കൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിങ് ആയാലും ഫുഡിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഐബൂൻ്റെ ഡ്രസ്സുകളായാലും ഒക്കെ പെട്ടിന്ന് ഇങ്ങനെ വലിക്കുക, ഇൻ്റെതും പെട്ടിന്ന് ഇങ്ങനെ വലിക്കുക, ഫുഡ് ഉണ്ടാക്കാനായാലും കവർ ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഒരു ഫ്ലോ ഇങ്ങനെ കിട്ടണില്ല. മറ്റേ നമ്മളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഡ്രസ്സ് പക്ക ഇരിക്കണേ, എവിടെയാണ് ഒക്കെ ഇരിക്കുന്നത് നമുക്ക് അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങളായാലും നമുക്ക് ഒക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടാവില്ല. ഉള്ളി ഇങ്ങനെ എടുക്കുക, മറ്റേതിങ്ങനെ ഒരു ഫ്ലോ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഷാമയാക്കനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ എന്നെ പറ്റണ പോലൊക്കെ. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ചതാണ്. ഒരു ദിവസം ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ച പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല. ഞാൻ ഇതിനായിട്ട് ഫുള്ളായിട്ട് മാറ്റി വെക്കും. പിന്നെ ഉച്ചയ്ക്ക് ഇന്നലെ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ 2 ബോക്സ് മേടിച്ചു. അപ്പം ഞാൻ ഷാമയ്ക്കല്ലേ, ഞാൻ അധികം തിന്നില്ലല്ലോ, അപ്പോൾ ഒരു ബോക്സാണ് ചിലവായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എടുക്കാൻ വിചാരിച്ച്. ഞങ്ങൾക്ക് ഇടയ്ക്ക് അങ്ങനെ ആയിട്ട്, കാരണം ഞാൻ വല്ലാണ്ട് തിന്നില്ല, ഷാമയൊക്കെ ഒരു മീഡിയമില്ല തിന്നുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബോക്സൊക്കെ ഞങ്ങൾക്ക് മതിയാവും. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടയിൽ പോയാൽ ഹാഫ് ബിരിയാണി ഉണ്ടെങ്കിൽ അത്രയും സമാധാനമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് 2 ബിരിയാണി മേടിച്ചിട്ട് കാര്യമില്ലേ, ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ തിന്നില്ലേ.
അങ്ങനെ ഡ്രസ്സൊക്കെ കംപ്ലീറ്റ്ലി ഒതുക്കി സെറ്റാക്കി, അവൻ്റെതും ഇൻ്റെതും ഒക്കെ സെറ്റാക്കി. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേന് ഞാൻ വേറെ പണിക്ക് പോയി. പിന്നെ ഞാൻ പാത്രങ്ങൾ സെറ്റാക്കാൻ വന്ന്. പിന്നെ ഏറ്റവും പണിയുണ്ടായിരുന്നു ഇതായിരുന്നിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 2 ദിവസം ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴായാലും അരിപ്പ എവിടെ ശാമയൊക്കെ തപ്പുക. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നമ്മളെ സാധനങ്ങളിപ്പോൾ ഒതുക്കി കറക്റ്റ് അറിയാമല്ലോ. ഈ സൈഡിൽ പാത്രങ്ങൾ, ഈ സൈഡ് അരിപ്പിൽ, ഈ സൈഡിൽ ചീനിച്ചട്ടി, അങ്ങനെ കറക്റ്റ് അറിയാമല്ലോ. ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരുന്ന ആൾക്കാർ വെച്ച രൂപത്തിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ആ ഒരു ഫ്ലോ കിട്ടില്ല. എവിടെയൊക്കെ ഇങ്ങനെ തപ്പ് പതറ് എടുക്കുമ്പോൾ. അപ്പോൾ ഞാനതൊക്കെ ആദ്യം ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് സെറ്റാക്കാൻ വിചാരിച്ച്. പിന്നെ ഷാമിയൊക്കെ ഞാൻ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ഗരം മസാല അങ്ങനത്തെ സാധനങ്ങളും പിന്നെ അത്യാവശ്യമൊക്കെ വേണ്ട ഈ നെയ്ച്ചോറിൻ്റെ മറ്റേ നെയ്ച്ചോറുണ്ടാക്കണ പാത്രം, അതുപോലെ ഏതോ 2-3 പാത്രം ഞാൻ മാറ്റിയേക്കാൻ പറഞ്ഞു, പുതിയതിരുന്നിട്ടാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഷാമിയൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിരുന്നു. അപ്പോൾ ഷാമിയൊക്കെ ആ ഒരു ഉപകാരം ചെയ്ത്. ഷാമിയൊക്കെ ഞാൻ വരുന്നതിൻ്റെ തലേദിവസം ഇവിടെ വന്നിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ ക്ലീനാക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റാക്കില്ലേ സംഭവങ്ങളൊക്കെ വെക്കണ റാക്ക്, അതിലൊക്കെ ഈ ഫുഡ് ഐറ്റംസ് വെക്കണൊക്കെ റാക്കിലൊക്കെ ആ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാ. ഷാമിയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഷാമിയൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു പാവം. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതുപോലെ ഇതൊക്കെ സെറ്റാക്കി. ഷാമിയൊക്കെ പിന്നെ ലീവാണെങ്കിൽ ഷാമിയൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കൂട്ടോ. അപ്പോൾ ലീവില്ലാത്തതുകൊണ്ട്, കാരണം ഞാൻ മൺഡേയിലെ വന്നത്. പിന്നെ ഷാമിയൊക്കെ ലീവ് എപ്പോഴാണ് വരിക? ഫ്രൈഡേ. അപ്പോൾ അതുവരെ 4-5 ദിവസം നമുക്ക് ഇത്രയും ലോങ് ആവില്ല. അപ്പം ഇതിന് കുറേ സമയം എടുത്തേക്ക്. കുറേ സമയം എടുത്തു. പിന്നെ ഐബൂന് കുറച്ച് നേരം കാർട്ടൂൺ കാണുമ്പോഴത്തേനും വട്ടായി. പിന്നെ കുട്ടികളും പോയി. അപ്പോൾ ഐബൂൻ്റെ അടുത്ത് വന്നിട്ട് കളിക്കുക മമ്മ വായോ അത് വേണം ഇത് വേണം എന്നിട്ട് ഇങ്ങനെ അലമ്പാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് ഞാൻ എവിടെയൊക്കെ എടുത്തേക്കുന്നത് കറക്റ്റ് അറിയാം. അപ്പോൾ ആ രീതിയിൽ ഞാനൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ പാത്രം കായം പരട്ടാൻ വേണമെങ്കിൽ ആ പാത്രം എടുക്കുക, ഈ പാത്രം വേണമെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഓർഡറിൽ വെക്കുമ്പോൾ അറിയാമല്ലോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ റെൻറ്റിന് നമ്മൾ ആവശ്യത്തിന് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അതിനെ കസക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയ്യോ എൻ്റെ പാത്രം നാശമായി, എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ സുഖത്തിന് അല്ലെങ്കിൽ നമ്മളെ ആവശ്യത്തിന് നമ്മൾ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് റൂം പോകാണ്ടിരിക്കാൻ വേണ്ടി പൈസ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ റെൻ്റ് ഔട്ട് കൊടുക്കണത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല. ആ വരുന്ന ആൾക്കാർ ഇന്ന പോലെ നമ്മൾ റൂം നോക്കണ പോലെ നോക്കണം, നമ്മൾ പാത്രം നോക്കണ പോലെ നോക്കണം, നമുക്ക് കുറ്റം പറയാൻ നമുക്ക് ഇതാക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ അവരെങ്ങനെയാ വെച്ചാൽ നോക്കി വെച്ച് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം കൊടുക്കാൻ. അത് നമ്മളൊന്ന് നോക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഷാമക്കയുടെ ഫ്രണ്ടും ഫാമിലി ഒരു മാസം നിന്ന് തോന്നിട്ട്, ബാക്കി ഏതോ അറിയാത്ത 2 ടീംസ് ഇരുന്നിട്ടാണ്. അപ്പോൾ എന്നാലും പോലും ആരും അങ്ങനെ അങ്ങോട്ട് മോശമായിട്ട് റൂം ആക്കി തന്നിട്ടില്ല കേട്ടോ. ചിലവരൊക്കെ ഷാമയൊക്കെ പറഞ്ഞു, ഷാമയൊക്കെ വരുമ്പോൾ തന്നെ പോയൊരു നല്ല, അതായത് ബാത്റൂം ഇതൊക്കെ ഷാമയൊക്കെ നീറ്റാക്കി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാമയൊക്കെ പിറ്റേ ദിവസം വരുമ്പോൾ നല്ലപോലെ നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാമയൊക്കെ പുതിയ ഒരു സെറ്റ് ഓഫ് പാത്രങ്ങൾ ഇതാട്ടത് അത് കവർ പോലും എടുക്കാണ്ട് വെച്ചേക്കട്ടോ. അത് മറ്റേ മൂന്നല്ലേ ഇതിന്ന് ട്രെൻഡോളിന്ന് ഇങ്ങനെ ഓഫർ കിട്ടിയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ക്ലീനിങ് സംഭവമായിട്ടത്. എൻ്റെ കയ്യിലുകൾ, അതുപോലെ കത്തികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ റാക്കിൽ വെച്ചിട്ട് ഇനി ഇതും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി സെറ്റായി. പക്ഷെ ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ആകെ ടയേർഡായിട്ട് എന്നിട്ടാണ്. പക്ഷെ ഞാൻ വിചാരിക്കുക ഞാൻ ഇങ്ങനെ അവിടെ പോയിട്ട് ഇരുന്ന് കുറച്ച് നേരം ഐബൂനായിട്ട് കളിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം TV കണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മടിയാവും. ആ ഫ്ലോയിൽ അങ്ങോട്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ അവിടെ പോകും. ഇല്ലെങ്കിൽ അവിടെ പോയിരുന്ന പിന്നെ ഞാൻ മടിച്ചാവും. ഞാൻ അവിടെ പോയിരിക്കും, അയ്യോക്ക് ഇനി പിന്നെ ചെയ്യാതെ മൈൻഡ് വരും. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാൻ നിന്നില്ല. ഞാൻ അവസാനമായിട്ട് റൂമിലത്തെ ബെഡ്ഷീറ്റും കൂടി ഒന്ന് മടക്കി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വൈറ്റ് ആയിരുന്നിട്ട്, അപ്പോൾ ഐബു ഇതാക്കണോണ്ട് നമ്മളൊരു ബെഡ് പൊട്ടേറ്റർ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് അത് ഇട്ടേക്കാട്ടോ, ഒരു ബ്രൗണ്. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള
ഒരു ന്യൂ ലൈഫല്ല, മൊത്തത്തിൽ കുക്കിങ്ങും കാര്യങ്ങളും നമ്മളെ ബാക്ക് ടു നോർമൽ റുട്ടീൻസൊക്കെ ആയിട്ട് വരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോൾ ഒക്കെ റെഡിയായി ഒക്കെ സെറ്റായി, നമുക്ക് കുക്കിങ് ചെയ്യാനും ഒക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വ്ളോഗിലായിട്ട് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ, സീ യു.